സ്റ്റോറി സ്പേസിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവയാണ് ബീർബൽ കഥകൾ. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറുടെ മന്ത്രിയായിരുന്നു ബീർബൽ. ബുദ്ധിയും യുക്തിയും നർമ്മവും ഒത്തിണങ്ങിയ ഒരു പ്രതിഭയായിരുന്നു ബീർബൽ. നമുക്കിന്ന് ഏതാനും ബീർബൽ കഥകൾ കേൾക്കാം. ഒരിക്കൽ അന്യദേശത്തു നിന്നും ഒരു പണ്ഡിതൻ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. ബുദ്ധിമാനായ ബീർബലിനെ തോൽപ്പിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. പണ്ഡിതൻ സദസ്സിൽ ഹാജരായി. ചക്രവർത്തിയും കൊട്ടാരവാസികളുമെല്ലാം ആകാംക്ഷയിലായി. കാരണം പല ദിക്കിലും സഞ്ചരിച്ച് വിജയിച്ച ആളായിരുന്നു ഈ പണ്ഡിതൻ. അഹങ്കാരിയായ അയാൾ ബീർബലിനോട് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് എളുപ്പമുള്ള 100 ചോദ്യം ചോദിക്കണോ, അതോ വിഷമമുള്ള ഒരു ചോദ്യം മാത്രം ചോദിക്കണോ? ബീർബൽ പറഞ്ഞു, വിഷമം പിടിച്ച ഒരു ചോദ്യമാകാം. പണ്ഡിതൻ തുടർന്നു, മുട്ടയാണോ കോഴിയാണോ ആദ്യമുണ്ടായത്? ബീർബൽ, കോഴിയാണ് ആദ്യമുണ്ടായത്. പണ്ഡിതൻ വാദിച്ചു, അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? ബീർബൽ പുഞ്ചിരിച്ചു, ഞാൻ ഉത്തരം നൽകി, പക്ഷേ വ്യവസ്ഥ പ്രകാരമുള്ള ഒരു ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം അപ്രസക്തമാണ്. ഇത് കേട്ട് പണ്ഡിതൻ വിളറി. സദസ്യരെല്ലാം ബീർബൽ ജയിച്ചതിൽ സന്തോഷിച്ച് ആർത്തു വിളിച്ചു. അടുത്ത കഥ. ഒരു ദിവസം ബീർബൽ സുഹൃത്തിനൊപ്പം കുറച്ചകലെയുള്ള സ്ഥലത്തുകൂടി പോകുമ്പോൾ ഒരു തോട് മുറിച്ച് കടക്കണമായിരുന്നു. ദുർബലമായ തടിപ്പാലത്തിന് വീതി ഒട്ടുമില്ലെന്ന് മാത്രമല്ല, 2 പേർ ഒന്നിച്ചു കയറിയാൽ ചിലപ്പോൾ ഒടിഞ്ഞു വീണെന്നും വരാം. ആദ്യം ബീർബൽ പാലത്തിലൂടെ അപ്പുറം കടന്നു. പക്ഷേ രണ്ടാമൻ കാൽ വഴുതി ആഴമുള്ള തോട്ടിലെ വെള്ളത്തിലേക്ക് വീണു. ഉടൻ ബീർബൽ കൈനീട്ടി സുഹൃത്ത് നീന്തി വന്നപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ പിടിച്ചു. പെട്ടെന്ന് അയാൾ ആവേശത്തിൽ വിളിച്ചുകൂവി, ബീർബൽ, താങ്കൾക്ക് 50 സ്വർണ്ണനാണയം ഞാൻ സമ്മാനമായി തരും. ഉടൻ ബീർബൽ അത്ഭുതത്തോടെ കൈകൾ കൂപ്പി. അന്നേരം അയാൾ വീണ്ടും വെള്ളത്തിലേക്ക് വീണു. ഒഴുക്കിൽപ്പെട്ട് സുഹൃത്ത് മുന്നോട്ട് നീങ്ങിയ ശേഷം വിഷമിച്ച് കരയിൽ കയറിപ്പറ്റി. ബീർബലിൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടു, നീ എന്ത് പണിയാണ് കാണിച്ചത്? വലിച്ചു കയറ്റുന്നതിന് പകരം കൈവിട്ടത്? ബീർബൽ പറഞ്ഞു, നീ സ്വർണ്ണനാണയങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ ഉണ്ടായ ആവേശത്തിൽ കൈകൂപ്പി പോയതാണ്. എങ്കിൽ നന്ദി പ്രകടനം ഞാൻ കരയിൽ വന്നിട്ട് മതിയായിരുന്നില്ലേ? ബീർബൽ തുടർന്നു, എനിക്കും അതുതന്നെയാണ് നിന്നോടും പറയാനുള്ളത്. നിന്റെ ആ ആവേശത്തിലുള്ള വാഗ്ദാനം കരയിൽ വന്നിട്ട് മതിയായിരുന്നു. മറ്റൊരു കഥ. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയുടെ മോതിരം കാണാതായി. അതാകട്ടെ രാജാവിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം സ്വന്തം പിതാവ് സമ്മാനമായി നൽകിയതായിരുന്നു അത്. ഏതെങ്കിലും കൊട്ടാരഭൃത്യന്മാരോ കൊട്ടാര നിവാസികളോ എടുത്തതാകാമെന്ന നിഗമനത്തിൽ എല്ലാവരെയും പെട്ടെന്ന് കൊട്ടാര സദസ്സിൽ വിളിച്ചു ചേർത്തു. ഇവിടെയും അക്ബർ ബീർബലിൻ്റെ സഹായം തേടി. ബീർബൽ സദസ്യരോടായി പറഞ്ഞു, ഈ മോഷ്ടാവിനെ ഞാൻ പിടിക്കാൻ പോകുകയാണ്. എന്തെന്നാൽ മോഷണത്തിന് ഒരു തെളിവ് ഇവിടെയുണ്ട്. കള്ളൻ്റെ താടിയിൽ ഒരു കച്ചിത്തുരുമ്പിരിപ്പുണ്ട്. ഇത്രയും പറഞ്ഞയുടൻ എല്ലാവരെയും ബീർബൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അന്നേരം ഒരുവൻ മാത്രം സ്വന്തം താടിയിൽ തപ്പി നോക്കി. മറ്റുള്ളവർ അടുത്തു നിൽക്കുന്നവരോട് സ്വന്തം താടിയിൽ കച്ചിത്തുരുമ്പുണ്ടോ എന്നും അന്വേഷിച്ചു. ആ നിമിഷം തന്നെ താടിയിൽ പിടിച്ചവനെ ഭടന്മാർ തൂക്കിയെടുത്തു. അവൻ്റെ മടിശീലയിൽ മോതിരമുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തിക്ക് ബീർബലിനോടുള്ള മതിപ്പ് വർദ്ധിച്ചു. മറ്റൊരു കഥ. അതൊരു ശൈത്യകാലമായിരുന്നു. അക്ബറും ബീർബലും കൂടി വൈകുന്നേരം തടാകത്തിനരികിലൂടെ നടക്കുകയായിരുന്നു. അക്ബർ ഒരു കൈക്കുമ്പിളിൽ വെള്ളം കോരിയപ്പോൾ, ഹോ, എന്തൊരു തണുപ്പ്! ഈ വെള്ളത്തിൽ കുളിക്കുന്നവർ ധീരനായിരിക്കും. ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നവന് ഞാൻ 100 സ്വർണ്ണനാണയം സമ്മാനം കൊടുക്കും. ആ വെല്ലുവിളി ബീർബൽ ഏറ്റെടുത്തു. പരമദരിദ്രനായ ഒരാൾ സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല, കുടുംബത്തിന് സഹായമാകുമെന്ന് കരുതി മുന്നോട്ട് വന്നു. അയാൾ വിജയിക്കുകയും ചെയ്തു. അക്ബർ ആ മനുഷ്യനോട് ചോദിച്ചു, നീ എങ്ങനെയാണിത് സാധിച്ചത്? അങ്ങുന്നേ,
അടിയൻ തടാകക്കരയിലുള്ള വിളക്ക് മരത്തിൽ വിളക്ക് നോക്കി മനസ്സിൽ ഊർജം സംഭരിച്ചു. അക്ബർ ജയിക്കാനായി ഒരു സൂത്രം പ്രയോഗിച്ചു. നിനക്ക് സമ്മാനം തരാൻ പറ്റില്ല, കാരണം വിളക്കിൻ്റെ ചൂട് മനസ്സിനും ശരീരത്തിനും കിട്ടിയല്ലോ. അയാൾ തിരികെ വന്ന് ബീർബലിനോട് സങ്കടം പറഞ്ഞു. അടുത്ത ദിവസം ബീർബൽ അക്ബറിന് പ്രിയപ്പെട്ട കിച്ചടി ഉണ്ടാക്കുന്ന അടുക്കളയിലെത്തി. അടുപ്പിൽ തീ കത്തിക്കാതെ വലിയ വിളക്ക് 6 അടി മാറ്റി തൂക്കിയിട്ടു. അക്ബർ ബീർബലിനെ തിരക്കി വന്നപ്പോൾ ബീർബൽ കിച്ചടി ഉണ്ടാക്കുന്ന പാത്രത്തിൽ തുടർച്ചയായി ഇളക്കുകയാണ്. അടുപ്പിൽ തീയില്ല, അടുത്തൊരു വിളക്ക് മാത്രം. രാജാവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അടുപ്പിൽ തീയില്ലാതെ താൻ എന്ത് മണ്ടത്തരമാണ് കാട്ടുന്നത്? ബീർബൽ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് മനുഷ്യൻ പ്രയോഗിച്ച തന്ത്രം പരീക്ഷിച്ചതാണ്. അക്ബർ തോൽവി സമ്മതിച്ച് 100 സ്വർണ്ണനാണയം വെള്ളത്തിൽ നിന്ന് മനുഷ്യന് കൊടുക്കുകയും ചെയ്തു. മറ്റൊരു കഥ. ഒരു ദിവസം അക്ബർ ചക്രവർത്തി രാവിലെ ഉറക്കമുണർന്നത് വളരെ ദുഃഖിതനായിട്ടായിരുന്നു. കാരണം ഇതാണ്: അദ്ദേഹം ഒരു ദുസ്വപ്നം കണ്ടിരിക്കുന്നു. രാവിലെ രാജാവ് കൊട്ടാരത്തിലെ ജ്യോതിഷിയെ കണ്ട് കാര്യം അവതരിപ്പിച്ചു. എൻ്റെ പല്ല് മുഴുവൻ കൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. ജ്യോതിഷി മടിക്കാതെ വിവരം ധരിപ്പിച്ചു. അങ്ങയുടെ ബന്ധുജനങ്ങൾ എല്ലാവരും അങ്ങേക്ക് മുൻപ് തന്നെ മരണമടയും. ഇത് കേട്ടപ്പോൾ അക്ബറിന് വിഷമവും ദേഷ്യവും ഒന്നിച്ചു വന്നു. മേലിൽ എൻ്റെ കൺമുന്നിൽ വന്നു പോകരുത്. ജ്യോതിഷം വശമില്ലെങ്കിലും ബീർബലിനോട് സ്വപ്നത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുവാൻ അക്ബർ ആവശ്യപ്പെട്ടു. ഉടൻ ബീർബൽ പറഞ്ഞു, അങ്ങയുടെ ബന്ധുജനങ്ങളെക്കാൾ ദീർഘായുസ് അങ്ങേക്കായിരിക്കും. ഈ മറുപടിയിൽ രാജാവിന് ഏറെ സന്തോഷം തോന്നിയതിനാൽ ബീർബലിന് സമ്മാനങ്ങളും ലഭിച്ചു. ജ്യോതിഷിയും ബീർബലും ഒരേ ആശയം തന്നെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നു സാരം. മറ്റൊരു കഥ. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയും ബീർബലും കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. സംസാരത്തിനിടയിൽ ചക്രവർത്തി അടുത്ത മരത്തിലിരിക്കുന്ന കാക്കയെ ശ്രദ്ധിച്ചു. ബീർബൽ, താങ്കളുടെ അഭിപ്രായത്തിൽ ഈ രാജ്യത്ത് എത്ര കാക്കകൾ ഉണ്ടായിരിക്കും? പെട്ടെന്ന് ബീർബൽ പറഞ്ഞു, 20,508. രാജാവ് വിസ്മയത്തോടെ ബീർബലിനെ ചോദ്യം ചെയ്തു, താങ്കൾക്ക് എങ്ങനെ കൃത്യമായി പറയാൻ പറ്റും? അങ്ങ് ഭടന്മാരെ ഉപയോഗിച്ച് കാക്കയുടെ എണ്ണത്തിൻ്റെ കണക്കെടുത്തോളൂ. അന്നേരം അല്പം കൂടുതൽ എണ്ണമുണ്ടെങ്കിൽ അത് മറ്റുള്ള രാജ്യത്തിൽ നിന്നും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാൻ വന്ന കാക്കകളായിരിക്കും. അക്ബർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കാക്കകൾ കുറഞ്ഞാലോ? അതിനും ബീർബലിന് മറുപടി ഉണ്ടായിരുന്നു, എങ്കിൽ ഇവിടുത്തെ കാക്കകൾ ബന്ധുമിത്രാദികളെ കാണാനായി അയൽരാജ്യത്തേക്ക് പോയതായിരിക്കും. ബീർബലിൻ്റെ രസിപ്പിക്കുന്ന മറുപടി അക്ബറിനെ ചിരിപ്പിച്ചു. മറ്റൊരു കഥ. അക്ബർ ചക്രവർത്തി പലപ്പോഴും കൊട്ടാര വിദൂഷകനായിരുന്ന ബീർബലിനെ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു, ബീർബൽ, താങ്കൾക്ക് ഈ കൊട്ടാര സദസ്സിലുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്ന് പറയാൻ കഴിയുമോ? ബീർബൽ മറുപടി പറഞ്ഞു, ഊവ തിരുമനസ്സേ, എനിക്ക് പറയാൻ കഴിയും. അത് കേട്ട് സദസ്യർ എല്ലാവരും ഞെട്ടി. കാരണം തങ്ങളുടെ മനസ്സിലെ ചീത്ത കാര്യങ്ങൾ കൂടി ബീർബൽ വിളിച്ചു പറഞ്ഞാലോ? ഉടൻ അക്ബർ ചോദിച്ചു, എങ്കിൽ താങ്കൾ പറയൂ, എന്തായിരിക്കും അവരുടെ മനസ്സിലെ ഇപ്പോഴുള്ള ചിന്ത? ബീർബലിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ ദീർഘായുസ്സിനാണ്. സംശയമുണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാമല്ലോ. സദസ്യർ എല്ലാവരും അതുതന്നെയെന്ന് തലകുലുക്കി. ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ഞാൻ ആരോട് ചോദിച്ചാലും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയില്ല. ചക്രവർത്തി മാത്രമല്ല, സദസ്യർ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ബീർബൽ ഒരിക്കൽ കൂടി പ്രശംസയ്ക്ക് പാത്രമായി. അടുത്ത കഥ. ബീർബലിൻ്റെ അച്ഛൻ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത മണ്ടനാണെന്ന് അക്ബറിന് അറിയാമായിരുന്നു. ഒരിക്കൽ ബീർബലിനെ കളിയാക്കാൻ അച്ഛനെ കൊട്ടാര സദസ്സിലേക്ക് കൊണ്ടുവരാൻ അക്ബർ പറഞ്ഞു. ഇതിലെന്തോ ഒളിച്ചുകളിയുണ്ടെന്ന് കണ്ട് ബീർബൽ അച്ഛനോട് ചക്രവർത്തി എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞു. കൊട്ടാര സദസ്സിൽ വെച്ച്
ചക്രവർത്തി ബീർബലിൻ്റെ അച്ഛനോട് പല ചോദ്യങ്ങളും ചോദിച്ചു. എന്നാൽ അദ്ദേഹം മിണ്ടാതിരുന്നതേയുള്ളൂ. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, ബീർബൽ, താങ്കളുടെ അച്ഛൻ ഒരു തികഞ്ഞ മണ്ടനാണെന്ന് തോന്നുന്നല്ലോ. എന്താ, ഇത് ശരിയാണോ? ബീർബൽ പറഞ്ഞു, പ്രഭോ, അങ്ങനെയല്ല. അദ്ദേഹം വെറും മണ്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. അടുത്ത കഥ. ഒരിക്കൽ ഒരു സന്യാസി ഒരു വിശേഷാൽ പൂജ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ കയ്യിൽ പണമൊന്നുമില്ലാത്തതിനാൽ അക്ബർ ചക്രവർത്തിയോട് ചോദിക്കാം എന്ന് കരുതി കൊട്ടാരത്തിൽ ചെന്നു. അപ്പോൾ അക്ബർ ചക്രവർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹം ദൈവത്തിനോട് പരാതികൾ പറഞ്ഞു. തൻ്റെ രാജ്യം വലുതാക്കണേ, രത്നങ്ങളും മറ്റും ധാരാളം തനിക്ക് ഉണ്ടാവണേ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇത് കേട്ട സന്യാസി മെല്ലെ തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ ചക്രവർത്തി അയാളെ വിളിച്ചു. എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. സന്യാസി പറഞ്ഞു, മഹാത്മൻ, ഞാൻ താങ്കളുടെ അടുത്തു നിന്ന് പൂജ നടത്താൻ അല്പം ധനം ചോദിക്കാനാണ് വന്നത്. എന്നാൽ അങ്ങ് തന്നെ ദൈവത്തിൻ്റെ അടുക്കൽ ധനത്തിന് വേണ്ടി യാചിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് തീരെ ശരിയല്ല എന്ന് തോന്നി തിരിച്ചു പോവുകയായിരുന്നു. ഇത് കേട്ട് അക്ബർ ചക്രവർത്തി ലജ്ജിതനായി. അടുത്ത കഥ. കൊട്ടാരത്തിൽ അക്ബറിനെ ഉപദേശിക്കാൻ ചില ഹിജടകൾ ഉണ്ടായിരുന്നു. അവരിലെ മുഖ്യന് ബീർബലിനോട് കടുത്ത അസൂയയായിരുന്നു. ഒരു ദിവസം അയാൾ ചക്രവർത്തിയോട് പറഞ്ഞു, പ്രഭോ, ഈ ബീർബൽ വലിയ ബുദ്ധിശാലിയാണെന്ന് നടിക്കുന്നുണ്ടല്ലോ. നമുക്ക് അയാളെ ഒന്ന് ശരിക്ക് പരീക്ഷിക്കണമല്ലോ. അക്ബർ ചോദിച്ചു, അയാളോട് എന്ത് ചോദ്യം ചോദിച്ചാലാണ് അയാൾക്ക് ഉത്തരം മുട്ടുന്നത്? മുഖ്യൻ പറഞ്ഞു, അയാളോട് ഭൂമിയുടെ കേന്ദ്രം എവിടെയാണ്, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്, ഭൂമിയിൽ എത്ര സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ മതി. അടുത്ത ദിവസം ബീർബലിനെ വിളിച്ച് അക്ബർ ചക്രവർത്തി ഈ 3 ചോദ്യങ്ങളും ചോദിച്ചു. നമ്മുടെ മുഖ്യൻ പാദുഷായുടെ പുറകിൽ നിൽക്കുന്നത് ബീർബൽ ശ്രദ്ധിച്ചു. ബീർബൽ ഉത്തരം നൽകാൻ ഒരു ദിവസം സമയം ചോദിച്ചു. അക്ബർ അനുവദിച്ചു. അടുത്ത ദിവസം രാവിലെ ബീർബൽ ഒരു ആണിയും ചുറ്റികയുമായി കൊട്ടാരത്തിലെത്തി. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി കൊട്ടാരസഭയുടെ നടുക്ക് ഒരു ആണി ചുറ്റി കൊണ്ടടിച്ചു താഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, പ്രഭോ, ഇതാണ് ഭൂമിയുടെ കേന്ദ്രം. അങ്ങക്ക് സംശയമുണ്ടെങ്കിൽ അളന്നു നോക്കിക്കോളൂ. രണ്ടാമത്തെ ചോദ്യത്തിന് ബീർബൽ ശരീരം മുഴുവൻ രോമം നിറഞ്ഞ ഒരു ആടിനെ കൊണ്ടുവന്നു. പ്രഭോ, ആകാശത്തിലെ നക്ഷത്രങ്ങളും ഈ ആടിൻ്റെ ശരീരത്തിലെ രോമങ്ങളുടെയും എണ്ണം ഒന്നു തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ അങ്ങക്ക് എണ്ണി നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന് ബീർബൽ പറഞ്ഞത് ഇതാണ്, പ്രഭോ, ഭൂമിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഹിജടകളും ഉണ്ടല്ലോ. അപ്പോൾ ശരിയായ എണ്ണം കിട്ടണമെങ്കിൽ ഭൂമിയിലുള്ള ഹിജടകളെയെല്ലാം കൊന്നാൽ മാത്രമേ കഴിയൂ. 3 ചോദ്യത്തിനും അങ്ങനെ ഒന്നാന്തരം ഉത്തരം കൊടുത്ത് ബീർബൽ വിജയിയായി. ചക്രവർത്തി ബീർബലിന് പ്രത്യേക സമ്മാനങ്ങൾ നൽകി.